മേലുദ്യോഗസ്ഥനെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിന് സസ്പെൻഷനിൽ തുടരുന്ന എൻ പ്രശാന്ത് IAS ഇന്ന് ഹിയറിംഗിന് ഹാജരാകും. വൈകിട്ട് 4:30 ചീഫ് സെക്രട്ടറിയുടെ ചേംബറിലാണ് ഹിയറിംഗ്. പിന്നെ ഇന്ന് ഈ എൻ പ്രശാന്ത് IAS ഹാജരാകുമോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഹാജരായതിനു ശേഷം ഈ ഹിയറിംഗിന് ശേഷം ഒരു സമൂഹ മാധ്യമ പോസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. തീർച്ചയായും മേലുദ്യോഗസ്ഥനെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചതിന് ശേഷം വലിയ വിമർശനങ്ങൾക്ക് അദ്ദേഹം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പലർക്കുമെതിരെയുള്ള FB പോസ്റ്റുകൾ അടക്കം പ്രദർശിപ്പിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ചീഫ് സെക്രട്ടറി ഹിയറിംഗിന് വേണ്ടി പ്രശാന്തിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് വൈകിട്ട് 4:30 ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ വെച്ചാണ് ഈ ഹിയറിംഗ് നടത്തുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഹിയറിംഗ് റെക്കോർഡ് ചെയ്യണമെന്നും ലൈവ് സ്ട്രീമിംഗ് ചെയ്യണമെന്നൊരു ആവശ്യം എൻ പ്രശാന്ത് IAS മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പൂർണ്ണമായും തള്ളുന്ന ഒരു നിലപാടായിരുന്നു ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടല്ല. കൂടാതെ തന്നെ എന്താണ് കാര്യങ്ങൾ സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ നേരിട്ട് കേട്ടൊരു വിശദീകരണം നൽകുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ഹിയറിംഗിന് വിളിച്ചിരിക്കുന്നതെന്നായിരുന്നു ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് പിന്നാലെ തന്നെ വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായും എൻ പ്രശാന്ത് IAS രംഗത്ത് വരികയും അതിൽ ചീഫ് സെക്രട്ടറിക്കെതിരെയായിരുന്നു ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ അടക്കം ഉയർത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ ഉപാധികൾ, അതായത് ഈ ലൈവ് സ്ട്രീമിംഗ് ചെയ്യണമെന്ന അസാധാരണമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു എൻ പ്രശാന്ത് IAS മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആവശ്യം തള്ളിയ സാഹചര്യത്തിൽ ഇനി ഹിയറിംഗിന് എത്തുമോ എന്നത് ഏറെ ആകാംക്ഷയോടെ തന്നെയാണ് കാണുന്നത്. അത് ഇന്ന് ഹിയറിംഗ് എത്തിയതിനു ശേഷം സമൂഹ മാധ്യമങ്ങളിൽ അടുത്ത FB പോസ്റ്റ് ഇടുമോ എന്നതിലും വലിയ ആകാംക്ഷയോടെ തന്നെയാണ് എന്തായാലും കാണുന്നത്. ഈ സമൂഹ മാധ്യമങ്ങളിൽ മേലുദ്യോഗസ്ഥനെ അധിക്ഷേപിച്ച സംഭവത്തിലാണ് അദ്ദേഹം ഇപ്പോൾ സസ്പെൻഷനിൽ തുടരുന്നത്. കാളിദാസ്.